നമസ്കാരം. കൈരളി ടി വിയുടെ തുടക്കത്തിലെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു. അന്ന് എനിക്ക് ചെണ്ട കൊട്ടാനുള്ള ഭാഗ്യമുണ്ടായത് അതെനിക്ക് ഉണ്ടാക്കി തന്നത് മമ്മൂക്കയാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ അന്നുണ്ടായ ഒരുപാട് നല്ല ഓർമ്മകൾ ഇപ്പോഴും 25 വർഷത്തിന് ശേഷം എൻ്റെ മനസ്സിലുണ്ട്. അതിൽ ഒരു കാര്യം, മമ്മൂക്ക അലൗ ചെയ്യുകയാണെങ്കിൽ, അതിനൊരു സമ്മതം തരികയാണെങ്കിൽ മാത്രം മമ്മൂക്ക ഒരു അനുവാദം വേണം പറയാൻ. ആ ഉദ്ഘാടനത്തിൻ്റെ കഥയൊന്നും ഞാൻ പറഞ്ഞോട്ടെ, വിത്ത് യുവർ പെർമിഷൻ. കൈരളി ടി വിയുടെ ഉദ്ഘാടനം നാളെയാണ്. ഇന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് മമ്മൂക്ക വിളിച്ചിട്ട് ചെണ്ട കൊട്ടണം എന്നുള്ളത്. എൻ്റെ അതിയായ സന്തോഷം. ആദ്യമായിട്ടൊരു വേദിയിൽ ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഞാൻ നേരെ മമ്മൂക്കയുടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പങ്കജ് ഹോട്ടലിലാണ് അദ്ദേഹം വർഷങ്ങളായി താമസിക്കുന്നത്. ആ പങ്കജ് ഹോട്ടലിൻ്റെ സൂട്ട് റൂമിലേക്ക് ഞാൻ കയറി ചെന്നിട്ട് ഞാൻ എൻ്റെ ഒരു താങ്ക്സ് പറഞ്ഞു ഞാൻ. അപ്പോൾ അന്ന് വൈകിട്ട് സ്റ്റേജിലേക്ക് പോകണം, റിഹേഴ്സൽ നോക്കണം, അടുത്ത ദിവസമാണ് കൊട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഒരു 4 ഫുൾ ഷീറ്റ് പേപ്പർ കയ്യിലുണ്ട്. എന്തോ ഒന്ന് കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, നാളെ വൈകുന്നേരം സ്റ്റേജിലേക്ക് പറയാനുള്ളതാണ്. നദികളും പുഴകളും വയലേലകളും. കാണാപ്പാടം പഠിക്കണോ വേണ്ടയോ? രഞ്ജി പണിക്കർ എഴുതി കൊടുത്തിട്ടുള്ള ഡയലോഗാണ്. അപ്പോൾ അദ്ദേഹം കാണാപ്പാടം പറയണോ അല്ല എങ്ങനെയാണെന്നുള്ളപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നോക്കട്ടെ നാളെയാണല്ലോ കാണാപ്പാടം പഠിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം സ്റ്റേജ് റിഹേഴ്സലുണ്ട് എനിക്ക്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഞാനും കൂടെ വരാം, സ്റ്റേജൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ സൈഡിൽ നിന്ന് ചില ആൾക്കാർ വന്ന് പറഞ്ഞു, മമ്മൂക്കയുടെ എൻട്രി ഞങ്ങൾ ഞെട്ടിക്കാൻ വേണ്ടി വേറെ തരത്തിലാണ് വെച്ചിരിക്കുന്നത്, മമ്മൂക്കാക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചെല്ലുമ്പോൾ ട്രിവാൻഡ്രത്ത് അത്രയും വലിയൊരു വേദി ഞാൻ കണ്ടിട്ടില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകണമെങ്കിൽ തന്നെ അത്രയും ഇത് വേണം. മമ്മൂക്കയെ പക്ഷേ നേരെ അവർ വിളിച്ചുകൊണ്ട് പോയത് സ്റ്റേജിന് അടിയിലേക്കാണ്. അപ്പോൾ നേരെ അടിയിലേക്ക് മമ്മൂക്കയും ചോദിച്ചാൽ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു? വരൂ കൊണ്ടുപോയപ്പോൾ സ്റ്റേജിൻ്റെ താഴെ ഇത്രയുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് 2-4 ചങ്ങല കെട്ടി വെച്ചിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ ഓപ്പണാവും. ഇതിങ്ങനെ കറക്കി വലിച്ച് മമ്മൂക്കായ ഇതിൽ ഈ സ്റ്റേജിൻ്റെ നടുക്ക് കൂടെ ടൈന്നിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് കുറച്ച് പേരുടെ ഐഡിയ ആണ്. മമ്മൂക്ക പറഞ്ഞു ഞാൻ അതിൽ കയറില്ല എന്ന് പറഞ്ഞു. അല്ല, അത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് കഷ്ടപ്പെട്ടു. എന്തിനാ ഇതിൽ കയറുന്നത്? അപ്പുറത്ത് കൂടെ കയറാൻ വഴിയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇതിൽ വരുന്നത്? കയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു തർക്കം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനാണ് പോയി പറഞ്ഞു, മമ്മൂക്ക പാവം, അവർ കുറേ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഒന്ന് സമ്മതിക്കുക, അതിൽ കയറിപ്പോൾ. അങ്ങനെ ഞാൻ ഒരുപാട് പറഞ്ഞ് നിർബന്ധിച്ച അവസാനം ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അതിൽ കയറി നിന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ അവസാന മിനുക്കുമണികൾ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ തൂക്കലും അതും തുടക്കലൊക്കെ ആയിട്ട് കറക്കി. നമുക്കെങ്ങനെ പൊങ്ങി വന്ന് ഈ സ്റ്റേജിൻ്റെ മുകളിലേക്ക് തല മാത്രം മുകളിലേക്ക് വന്നപ്പോൾ ഈ സാധനം സ്റ്റക്കായിപ്പോയി. നടന്നതാണ്, ഒരു തല മാത്രം മുകളിൽ. ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ സ്റ്റേജിൽ ഒരു തല, നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ തല. ഇത് കീപ്പോട്ടിട്ട് പോകുന്നുമില്ല, സ്റ്റക്കായിട്ട് അവർ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ ഇല്ല, ആൾക്കാർ മുഴുവൻ എപ്പോൾ വന്നു, ഇതെന്താ തല മാത്രം? അങ്ങനെ ദേഷ്യവും സങ്കടം മുഴുവൻ എൻ്റെ അടുത്താണ്. കാരണം ഞാനാണ് അതിൻ്റെ മുകളിൽ കയറ്റി വിട്ടത്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് റെഡിയായി നേരെ താഴേക്ക് വരുമ്പോൾ എനിക്കറിയാം എൻ്റെ പരിപാടി തീർന്നു എന്നുള്ളത്. ഞാൻ ഓടി, അവനെവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടി ഒരു കവുങ്ങിൻ്റെ പുറകിൽ ഒളിഞ്ഞു. പക്ഷെ അന്ന് കാറിൽ കയറിപ്പോയി. അതൊക്കെ പറയുന്ന അപ്പം മറന്നു പോകും. അടുത്ത ദിവസം കാലത്ത് ഞാൻ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ കോളിംഗ് ബില്ല് അടിക്കാതെ തന്നെ എനിക്ക് ശബ്ദം അകത്തുനിന്ന് കേൾക്കാം. പുഴകളും മലകളും വയലേലകളും. അത് പഠിച്ചിട്ടില്ല അതുവരേക്കും, 3 വരി അപ്പോഴും പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയപ്പോൾ ചോദിച്ചു, വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, അത് കാണാപ്പാടം പഠിക്കുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം പ്രോഗ്രാമിന് പോകാൻ റെഡിയായിട്ട് ഞാൻ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ നല്ല മനോഹരമായ ജുബയും മുണ്ടുമൊക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അസലായിരിക്കുന്നു. ഞാൻ ചോദിച്ചോ ഡയലോഗ്? ഇനി പഠിക്കാനൊന്നും സമയമില്ല, ഞാൻ കയ്യിൽ വെച്ച് അങ്ങനെ വായിക്കാമെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു ഇത്രയും പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഇത് ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിച്ചു. അതൊക്കെ കാണിച്ചു തരാം. എന്താ ഈ കയ്യിൽ മൈക്ക്, ഇത് പേപ്പർ, പുഴകളും മലകളും ഡീങ് ഇങ്ങനെയാക്കുമ്പോൾ ഈ പേപ്പർ ഇങ്ങോട്ട് പറയും, വയലേലകളും ഡീങ് കേരളത്തിൻ്റെ. അങ്ങനെ ഫുൾ വായിച്ചു എല്ലാ പേജും. ഞാൻ പറഞ്ഞു തകർത്തു. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എന്തോ ഒരു കുറവുണ്ടല്ലോ മമ്മൂക്ക. അപ്പോൾ നോക്കുമ്പോൾ ഒരു നല്ല ഷോൾ, നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ കണ്ടു കാണും, കഴുത്തിൽ ഷോൾ ഉണ്ടായിരുന്നു ഇന്നാഗറേഷൻ. ഞാൻ പറഞ്ഞു അതും കൂടി ഇടാൻ പറഞ്ഞു. അതൊന്നും വേണ്ട, വൃത്തിയടാ, ഇത്ര നീളത്തിലത്
നമുക്ക് ഇട്ടാലേ ചേരുള്ളൂ. അങ്ങനെ തലേ ദിവസം ലിഫ്റ്റിൽ കയറ്റിയ പോലെ നിർബന്ധിച്ച് ഞാൻ ഈ സാധനം ഇടിയിച്ചു. ഏകദേശം ഇവിടം വരേണ്ടത് 2 സൈഡിൽ കൂടെ. അങ്ങനെ നേരെ സ്റ്റേജിലേക്ക് പോകുന്നു. കറക്റ്റായിട്ട് ഈ സാധനം വർക്ക് ചെയ്തു. എൻ്റെ പ്രാർത്ഥനയാണ് ഒന്നും സംഭവിക്കാതിരിക്കണേ. നേരെ മേളിൽ ചെന്നു, എൻട്രി ചെയ്തു, കംപ്ലീറ്റ് വന്നു. എവിടെ നിന്നാണെന്നറിയില്ല, ഇങ്ങനൊരു കാറ്റ് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ പേപ്പർ മുഴുവൻ പറക്കുകയാണ് കയ്യിൽ നിന്നിട്ട്. പുഴകളും മലകളും ഇതെവിടെയാണിത് പറന്നിട്ട് ഇതൊട്ട് തിരിയുന്നുമില്ല. എൻ്റെ തലയിലെഴുത്തിന് ഈ കഴുത്തിൽ കൂടെ ഇട്ട സാധനം പാമ്പ് പോലെ കാറ്റത്ത് ഇപ്പുറത്ത് കൂടെ വരും, ഇത് ഇപ്പുറത്ത് കൂടെ വരും, മുഖത്ത് വരും. ഇതങ്ങോട്ട് ഇറിറ്റേറ്റഡായിട്ട് ഒരു വിധത്തിൽ എന്തോ പറഞ്ഞു ഒപ്പിച്ചു. അപ്പോഴും എനിക്കറിയാം അടുത്തേരാ ഞാനാന്ന്. അവനെവിടെ ചോദിച്ചു. ഞാൻ ആ സ്റ്റേജിൻ്റെ അടിയിൽ കൂടെ ഓടി. ഞാൻ എതിലെയാ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്നത്തെ ആ ഒരു ദിവസത്തെ ആ ഒരു സന്തോഷം, അതിന് ശേഷം വൈകുന്നേരം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ഒരുപാട് ദിവസങ്ങൾ അത് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. ഞാനിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു, പഴയ കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന്. ഇതിൽ നുണയാണെന്ന് പറയരുത്, ഏകദേശം സത്യമില്ലേ? ഇക്ക വായിക്ക, പ്രതികാരം ചെയ്യും. ഇതിലിപ്പോൾ എത്രത്തോളം സത്യമുണ്ടെന്ന് ജയറാമിനെ അറിയുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ജയറാം ഇതുവരെ നല്ല വേദിയിൽ നല്ല കഥകൾ പറഞ്ഞ് നമ്മളെല്ലാവരും രസിപ്പിക്കുന്ന ആളാണ്. ജയറാം ഒരു ആക്ടർ എന്ന നിലയിൽ ഒരുപാട് പടർന്ന് പന്തലിച്ചു. കന്നഡം, തെലുങ്ക്, തമിഴ്, ഹിന്ദി ആയിട്ടില്ല, ഇല്ല, അവിടം വരെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒരു മിമിക്രി, ഞങ്ങളൊക്കെ മിമിക്രി, ഞാനും നിങ്ങളറിയില്ല, ഞാനൊരു പഴയ മിമിക്രിക്കാരനാണ്. നമുക്കിപ്പോൾ അന്നത്തെ കാലത്ത് മിമിക്രിയാണ് സിനിമയിലേക്കുള്ളൊരു വഴി. ഇപ്പോൾ അതൊക്കെ മാറി പുതിയ നടന്മാർക്ക് എല്ലാവർക്കും റീലും മറ്റ് സംഭവങ്ങളും ഒക്കെ ആയിട്ട് അവർ മീഡിയവുമായിട്ട് വളരെ അടുത്ത് പഴകി പരിചയിച്ച് സിനിമ അഭിനയം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു ബാലികേറാമലയല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കും. ഇന്നത്തെ പുതിയ നടന്മാർ ഞങ്ങളൊക്കെ വന്ന കാലത്തേക്കാൾ, ഞങ്ങളുടെ ശ്രമങ്ങളെക്കാളൊക്കെ അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് പുതിയ നടന്മാർ. ഇപ്പോൾ ഈ ചന്തു എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രോമിസിങ് ആക്ടേഴ്സാണ് എല്ലാവരും. ഈ തലമുറകൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ 10 കൊല്ലം എന്ന് പറഞ്ഞ് അത്രയും കൂടുതൽ കൊല്ലങ്ങളില്ലെങ്കിലും ഈ ഓരോരോ ജനറേഷൻ, ആസിഫ് അലി ആയാലും ശരി, ചന്തു ആയാലും ശരി, കുഞ്ചാക്കോ ബോബനായാലും ശരി, ജയറാമായാലും ശരി, ഞാനായാലും ശരി എന്ന് ഞാൻ പറയുന്നില്ല, ഞാനായാലും ഈ സിനിമ എന്ന് പറയുന്ന കലയെ അതിയായി സ്നേഹിച്ചിട്ട്, അത്യധികം സ്നേഹിച്ച് മോഹിച്ച് വന്നവരാണ്. ഒരുപാട് പേരിനി വരാനുണ്ട്. ഏതായാലും വന്നവരെല്ലാവരും നല്ല നടന്മാരുമാണ്, നല്ല നടികളുമാണ്, നല്ല അഭിനേതാക്കളാണ്. മൊത്തത്തിൽ പറഞ്ഞ അല്ലേ, നല്ല അഭിനേതാക്കളാണ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ പ്രകടനം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നുണ്ട്. അവരുടെ പ്രായത്തിൽ നിന്നും ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ എന്നെക്കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ കാലപ്പഴക്കം കൊണ്ട് പരിചയിച്ചാണ് പിന്നെ കുറച്ചെങ്കിലും ഭേദമായത്. അവരൊക്കെ വരുമ്പോഴേ നല്ല നടന്മാരാണ്. വളരെ സന്തോഷമുണ്ട്. അവരെയൊക്കെ നമ്മൾ പ്രേക്ഷകർ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഭാവി നേരുന്നു. അല്ലേ, നന്നായി വരട്ടെ. ജയറാമിന് എന്തെങ്കിലും ഭാവി വരാനുണ്ടോ ഇനി? അല്ല, ഞാൻ പറഞ്ഞ കഥയിൽ ഒരു സത്യസന്ധതയില്ലേ? കഥയിൽ സത്യസന്ധതയുണ്ട്. കഥയിൽ സത്യസന്ധതയുണ്ട് എന്ന് ചോദിച്ചാൽ അതെങ്ങനെ? കഥ ഈസ് കഥ. കഥ എപ്പോഴും കഥയല്ലേ, സത്യമാണോ? കഥയാണോ സത്യം, സത്യമാണോ കഥ? ഒരു 75%. 75% കഥ. പക്ഷേ കാറ്റടിച്ച് പറന്നുപോയത് അന്നല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഗൾഫ് ഷോയ്ക്ക് വന്നപ്പോൾ, അന്നെനിക്ക് പ്രസംഗിക്കുകയോ അങ്ങനെ പരിചയമൊന്നുമില്ല. സ്റ്റേജും വലിയ പഴക്കമുള്ള ആളല്ല. ഈ ഇതുപോലെ വന്ന് നിന്ന് പ്രസംഗിക്കുകയാണ്. ഞങ്ങൾ ഈ 87-ലെ ഷോക്ക് വന്നപ്പോൾ ഞാൻ പ്രസംഗിക്കണം, ഞാനാണ് ഷോ ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രീനിവാസൻ എനിക്ക് കുറച്ച് പ്രസംഗം എഴുതി തന്നു, കടലാസിലാണ്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഈ പോഡിയത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ വേദിയും
നിങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങി. കുറേ ഞാൻ കാറ്റടിച്ചതങ്ങ് പോയി. എൻ്റെ കയ്യിൽ നിന്നൊന്നുമില്ല പിന്നെ പറയാൻ. കയ്യിൽ നിന്നിട്ട് പറയാനുള്ള അന്നത്തെ ഒരു വാക്ചാതുര്യമൊന്നും ഒന്നുമില്ല. പക്ഷേ ആളുകളൊന്നും പറഞ്ഞില്ല. കാരണം ഈ ഞങ്ങളെപ്പോലെയുള്ള പുതിയ നടന്മാരെയൊക്കെ ആളുകൾ ഗൾഫിൽ ആദ്യം കാണുന്നതുകൊണ്ട് അവരങ്ങ് ക്ഷമിച്ചു. ആ ക്ഷമയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ആർക്കും അത് പോയിട്ടില്ലല്ലോ. സന്തോഷം. ഈ സായാഹ്നം എല്ലാവരും സന്തോഷമായിട്ട് കൊണ്ടാടുക. ജയറാം തമിഴ്, തെലുങ്ക്, കന്നഡ, ഇടയ്ക്ക് മലയാളമൊക്കെ അഭിനയിക്കണം. നന്നായി വരട്ടെ.